നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ഒരാളിൽ നിന്നുണ്ടായ വേദനയാണോ? സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണോ? കുടുംബത്തിലെ പ്രശ്നങ്ങളാണോ? അതോ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം ഇനിയും നടക്കാത്തതിന്റെ വിഷമമാണോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭൂതകാലത്തെയും ഇപ്പോഴത്തെ അവസ്ഥയും ഇനി വരാനിരിക്കുന്ന കാലത്തെയും കുറിച്ച് ചില സൂചനകൾ നൽകുന്ന ഒരു പ്രത്യേക തൊടുകുറിയാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചിത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ആന, മറ്റൊന്ന് കുതിര. രണ്ടും ശക്തിയുടെയും മുന്നേറ്റത്തിന്റെയും പ്രതീകങ്ങളാണ്. പക്ഷെ ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിത സൂചനകൾ ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് വെറുതെ ഇഷ്ടമുള്ള ചിത്രം തിരഞ്ഞെടുക്കരുത്. ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സങ്കടമോ ആഗ്രഹമോ ജീവിതത്തിൽ ഇപ്പോൾ നടക്കണമെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമോ ഓർക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് പിന്നീട് ഈ രണ്ട് ചിത്രങ്ങളിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണുകൾ ആദ്യം ഏത് ചിത്രത്തിലേക്കാണ് നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സ് ആദ്യം ഏത് ചിത്രത്തിലേക്കാണ് തിരഞ്ഞെടുക്കുവാൻ പറയുന്നത്? അതാണ് നിങ്ങളുടെ ഇന്നത്തെ തൊടുകുറി. ഒരിക്കൽ തിരഞ്ഞെടുത്താൽ പിന്നീട് മാറ്റരുത്. കാരണം ഈ വായന ഒരു ആത്മപരിശോധനയായും വിശ്വാസപരമായ ഒരു തൊടുകുറി അനുഭവമായി മാത്രം കാണുക. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന്റെ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ആനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വന്ന വഴി വളരെ എളുപ്പമായിരുന്നതല്ല. പുറമെ നോക്കുമ്പോൾ വളരെ ശക്തരായി തോന്നുന്നവരാണെങ്കിലും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ ആ ബന്ധത്തിന് 100% വില കൊടുക്കുന്ന സ്വഭാവമാണ് നിങ്ങളുടേത്. എന്നാൽ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ നിരാശകളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സഹായിച്ചവർ തന്നെ പിന്നീട് നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുമുണ്ടാകാം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ അകന്നുപോയ അനുഭവവും കാണുന്നു ഈ തൊടുകുറി ഫലത്തിൽ. അതുപോലെ തന്നെ കുറച്ചു നാൾക്ക് മുമ്പ് നിങ്ങൾക്കൊരു നഷ്ടമല്ല എങ്കിൽ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു വേദന നിങ്ങൾക്കുണ്ട്. അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാകാം, സാമ്പത്തിക പ്രശ്നമാകാം, കുടുംബവുമായി ബന്ധപ്പെട്ടതുമാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടേണ്ടിയിരുന്ന ഒരു അവസരം മറ്റൊരാളുടെ കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ടാകാം. എന്നാൽ ആനയെ തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. തകർന്നു പോകേണ്ട പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. പലതവണ ജീവിതം നിങ്ങളെ താഴേക്ക് വലിച്ചിട്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു കാത്തിരിപ്പാണ്. ഇതിനി എപ്പോഴാണ് ശരിയാകുന്നത്? എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുമോ? ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? ഇങ്ങനെയുള്ള ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. പ്രത്യേകിച്ച് സാമ്പത്തികം, കുടുംബം, ജോലി, ബന്ധം എന്നിവയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തീരുമാനമോ മാറ്റമോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കാണുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ സ്ഥിരമായി നിലനിൽക്കില്ല. ആനയുടെ പ്രതീകം തന്നെ ക്ഷമയും സ്ഥിരതയും ശക്തിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തീരുമാനമെടുത്ത് എല്ലാം ഉപേക്ഷിക്കുക എന്നതല്ല, നിങ്ങൾ തുടങ്ങിയ കാര്യത്തിൽ കുറച്ചുകൂടി ഉറച്ചു നിൽക്കുക. നിങ്ങളെക്കുറിച്ച് മറ്റൊരു പ്രധാന കാര്യം കൂടി കാണുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള യഥാർത്ഥ വിഷമം നിങ്ങൾ എല്ലാവരോടും പറയാറില്ല. ചിരിച്ചുകൊണ്ട് സംസാരിച്ചാലും ഉള്ളിൽ മറ്റൊരു ലോകം തന്നെയായിരിക്കും നിങ്ങളുടേത്. ഇനി ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു വഴി തുറക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തടസ്സപ്പെട്ട ജോലി വീണ്ടും മുന്നോട്ട് പോകാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ലഭിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഒരു ബന്ധത്തിൽ വീണ്ടും സംസാരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകാം. അല്ല എങ്കിൽ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കുവാനുള്ള ആദ്യത്തെ വ്യക്തമായ സൂചന ലഭിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ഒറ്റയടിക്ക് എല്ലാം മാറുന്നതിനു പകരം പതുക്കെ ജീവിതം ശരിയായ ദിശയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞകാല വേദനകൾ തന്നെയാണ് ഇനി നിങ്ങളുടെ ശക്തിയായി മാറാൻ പോകുന്നത്. ഒരിക്കൽ നിങ്ങളെ വില കുറച്ച് കണ്ടവർ തന്നെ പിന്നീട് നിങ്ങളുടെ മാറ്റം കാണേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല, സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വാസം മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ആനയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ
പറയുവാനുള്ളത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് യോജിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കുതിരയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. കുതിരയെ തിരഞ്ഞെടുത്തവരുടെ ജീവിതം ആനയെ തിരഞ്ഞെടുത്തവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിഷയം കാത്തിരിപ്പല്ല, മുന്നോട്ട് പോകുവാനുള്ള അതിയായ ആഗ്രഹമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കാലത്ത് എടുത്ത ചില തീരുമാനങ്ങൾ പിന്നീട് നിങ്ങളെ തന്നെ വിഷമിപ്പിച്ചിട്ടും ഉണ്ടാകാം. ഒരുപക്ഷെ ഒരവസരം വളരെ അടുത്തെത്തിയിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കുവാൻ സാധിക്കാതെ പോയിട്ടും ഉണ്ടാകാം. അല്ല എങ്കിൽ വേഗത്തിൽ എടുത്ത ഒരു തീരുമാനം പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ടാകാം. ബന്ധങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ. ഒരാളെ വളരെയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ശേഷം അതേ വ്യക്തിയിൽ നിന്ന് തന്നെ നിരാശപ്പെട്ട അനുഭവവും ഈ തൊടുകുറിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു വേർപിരിയൽ, ഒരു തെറ്റിദ്ധാരണ അല്ല എങ്കിൽ പൂർത്തിയാകാതെ പോയ ഒരു ആഗ്രഹം വളരെ ശക്തമായി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് വളരെ ശക്തമായി തോന്നുന്നു. പഴയ സാഹചര്യത്തിൽ തന്നെ തുടരാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. സാമ്പത്തികമായി ഉയരണം, ജോലി മാറ്റണം, ഒരു പുതിയ തുടക്കം വേണം, ഒരു ബന്ധത്തിൽ വ്യക്തത വേണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അമിതമായ ചിന്തയാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പല സാധ്യതകളും ചിന്തിക്കും. ചിലപ്പോൾ അതുകൊണ്ട് നല്ല അവസരങ്ങൾ പോലും വൈകി പോകുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ തൊടുകുറി പറയുന്നത് നിങ്ങളുടെ കഴിവിൽ സംശയിക്കാതെ വ്യക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഈ കുതിരയെ തിരഞ്ഞെടുക്കുന്നവർക്കുള്ള ഏറ്റവും ശക്തമായ സൂചന ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുവാനുള്ള അവസരം വരും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയൊരു അവസരം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു വഴി തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് മുന്നേറ്റം, ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയൊരു സാധ്യത, ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ സൂചനയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നിർത്തിവെച്ച ഒരു കാര്യത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കേണ്ടി വരും. അത് തന്നെയാകാം പിന്നീട് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയാകുന്നതും. ബന്ധത്തിന്റെ കാര്യത്തിലും ഒരു പ്രധാന മാറ്റം കാണുന്നു. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ വ്യക്തത വരുവാനുള്ള സാഹചര്യവും ഉണ്ടാകാം. സംസാരിക്കാതെ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ വീണ്ടും ആശയവിനിമയവും ഉണ്ടാകാം. പക്ഷേ അതിൽ നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി പിന്നാലെ പോകാതിരിക്കുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കുതിരയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്നിവിടെ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നക്ഷത്ര വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.